മുൻ മാനേജർ വിപിൻ കുമാറുമായുള്ള പ്രശ്നത്തിൽ DGPക്കും ADGPക്കും ഔദ്യോഗിക പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ. തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ കുറിച്ചു: ഈ യാത്രയുടെ അവസാനം സത്യം വിജയിക്കും. തുടർച്ചയായി സിനിമകൾ പരാജയപ്പെട്ടതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഉണ്ണി മുകുന്ദനെന്നും അത് പലരോടായി തീർക്കുകയാണെന്നും ആരോപിച്ചാണ് തന്നെ മർദ്ദിച്ചു എന്ന പരാതിയുമായി മുൻ മാനേജർ വിപിൻ കുമാർ രംഗത്തെത്തിയത്. താനൊരു സിനിമാ പ്രവർത്തകനാണെന്നും പല സിനിമകൾക്ക് വേണ്ടിയും ജോലി ചെയ്തിട്ടുണ്ടെന്നും വിപിൻ പറയുന്നു. നരിവേട്ടയെ പ്രശംസിച്ചതാണ് സംഘടനത്തിന് കാരണം. സിനിമാ സംഘടനകൾക്കും പരാതി നൽകിയിട്ടുണ്ട്. വിശദമായ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ടെന്നും വിപിൻ പറഞ്ഞു. നരിവേട്ടയെ പ്രശംസിച്ചുള്ള തൻ്റെ പോസ്റ്റിന് പിന്നാലെ ഉണ്ണിയുമായി തർക്കമുണ്ടാവുകയും പിന്നാലെ ഫ്ലാറ്റിലെത്തി മർദ്ദിക്കുകയായിരുന്നും വിപിൻ പറയുന്നു. മാർക്കോയ്ക്ക് ശേഷം ഒരു സിനിമയും വിജയിച്ചില്ല. 6 വർഷമായി പുള്ളിയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പടം വിജയിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് കൂടെയുള്ളവരോടാണ്. കൂടെ ഉണ്ടായിരുന്നവരാരും ഇപ്പോഴില്ല. എനിക്ക് കേൾക്കാവുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. പുതിയ പടങ്ങളൊന്നും കിട്ടുന്നുമില്ല. സമീപകാലത്ത് ചെയ്യാനെടുത്ത പടത്തിൽ നിന്നും ഗോകുലം ഗോപാലൻ ഗ്രൂപ്പ് പിന്മാറി. നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ട അന്ന് രാത്രി ഉണ്ണി വിളിച്ചിരുന്നു. ഇനി മാനേജർ പണി വേണ്ടെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു. നരിവേട്ടയ്ക്ക് വേണ്ടി താൻ വർക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പോസ്റ്റിട്ടത്. ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ താൻ വഴിയേ പറയാം. വേറെ ഒരു താരം സമ്മാനമായി തന്ന തൻ്റെ കണ്ണാടി ഉണ്ണി ചവിട്ടിപ്പൊട്ടിച്ചെന്നും വിപിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തൻ്റെ ഫ്ലാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും വിപിൻ കുമാർ പറയുന്നു. കാക്കനാട്ടെ ഫ്ലാറ്റിൽ വെച്ചാണ് മർദ്ദിച്ചത്. ഇൻഫോ പാർക്ക് പോലീസാണ് പരാതി നൽകിയത്. മാനേജറുടെ മൊഴി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സിനിമാ സംഘടനയായ ഫെഫ്കയിലും മാനേജർ പരാതി നൽകിയിട്ടുണ്ട്. അതിന് മറുപടി എന്നോണമാണ് വിപിനെതിരെ ഉണ്ണി മുകുന്ദൻ DGPക്ക് പരാതി കൊടുത്തിരിക്കുന്നത്.